നല്ലവരായ അച്ഛന്മാർ എന്നോട് ക്ഷമിക്കുക. ഫാദർ ജോസഫ് കൊടിയൻ, പേരൊക്കെ അടിപൊളിയാണ്, പക്ഷെ കയ്യിലിരിപ്പ് മഹാമോശമാണ്. ആ ചെക്കന് തന്റെ പേരക്കുട്ടിയുടെ പ്രായമല്ലേ ഉള്ളൂ. 67 വയസ്സായാലോടെ കിളവാ. നിന്നെയൊക്കെ വിശ്വസിച്ച് പിള്ളേരെ എങ്ങനെയാടാ പള്ളിയിലേക്ക് വിടുന്നത്? പെസഹ ചടങ്ങുകളോടനുബന്ധിച്ച് വീടുകളിൽ സന്ദർശനം നടത്തുന്നതിനിടെയായിരുന്നു പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയുടെ നേരെ കൊടിയന്റെ ലൈംഗിക അതിക്രമം. പിന്നീട് പയ്യന് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോഴാണ് കുട്ടി വീട്ടിൽ പറയുക, അതുപോലെ ബന്ധുക്കളെയും അതല്ലെങ്കിൽ പോലീസിനെയും സഭയെയും ഒക്കെ വിവരം അറിയിക്കുകയും ചെയ്യുമായിരുന്നു. എന്തായാലും പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്യുന്നതായി കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒളിവിൽ പോവുകയും ചെയ്തു. ഈ പാതിരി കൊരട്ടി കോനൂർ പള്ളിയിലെ വികാരമുള്ള വികാരിയാണ്. ഈ പള്ളിയിൽ വന്നിട്ട് 1 വർഷം പോലും ആകുന്നതിന് മുമ്പാണ് അച്ഛന്റെ ലീലാവിലാസങ്ങൾ നടക്കുന്നത്. പിന്നെ ജോസഫ് കൊടിയൻ എന്ന ഈ ഒരു കാരണവർ ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഈ ഒരു കുൽസിത പ്രവൃത്തി ചെയ്യുന്നത്. ഇന്ന് അച്ഛന് 67 വയസ്സാണെങ്കിൽ അന്ന് അച്ഛന് 63 വയസ്സായിരുന്നു. 2022 ഓഗസ്റ്റിലാണ് സംഭവം നടക്കുന്നത്. അച്ഛന്റെ പാരിഷ് ഹോളിലേക്ക് ഭക്ഷണം കൊണ്ടുവന്ന 13 വയസ്സുള്ള പയ്യനെയാണ് പലതവണ ലൈംഗികമായിട്ട് അച്ഛൻ പീഡിപ്പിച്ചത്. അന്ന് അച്ഛൻ വാരാപ്പുഴ ഏടമ്പടം എന്ന ഇടവകയിലെ വികാരിയായിട്ടായിരുന്നു ഇരുന്നത്. അന്നും പോലീസ് പോക്സോ കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ജയിലിൽ നിന്നും പുറത്തിറങ്ങി വീണ്ടും പഴയ പണി തന്നെ തുടങ്ങി. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പ്രാവശ്യം ഒരു മൈനർ ആയിട്ടുള്ള പയ്യനെ പീഡിപ്പിച്ച് പോക്സോ കേസിൽ ജയിലിൽ പോയ ഈ കൊടിയനെയൊക്കെ പിന്നെയും ലോഹയിടിച്ച് കുഞ്ഞാടുകളെ വേട്ടയാടാൻ വിടുന്നത് എന്തിനാണെന്നാണ്. ഇവനെയൊക്കെ അന്ന് തന്നെ പടിയടച്ച് പിണ്ടം വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നടന്ന ഈ ഒരു സംഭവം ഒഴിവാക്കായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. FCRA നിയമ ഭേദഗതി വരുന്നതിനെ പറ്റിയും കേരളത്തിലെ രാഷ്ട്രീയക്കാരും വിവിധ മതസ്ഥരും ഒക്കെ ഇതിനെ എതിർക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇതുപോലെയുള്ള ഞരമ്പ് രോഗികളെയൊക്കെ സ്വാധീനിക്കേണ്ടവരെയൊക്കെ സ്വാധീനിച്ച് ജയിലിൽ നിന്ന് ഇറക്കി തിരിച്ച് കുപ്പായടിച്ച് ജനങ്ങളിലേക്ക് തിരിച്ചുവിടാൻ വിദേശത്ത് നിന്നും കിട്ടുന്ന ഈ ഒരു ഫണ്ടൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും പിന്നെ പ്രായപൂർത്തിയാവാത്ത പിള്ളേരുള്ള, അത് ആൺകുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ പെൺകുട്ടികളായിക്കോട്ടെ, നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഇതുപോലെയുള്ള മതപണ്ഡിതന്മാരെ നിങ്ങൾ കണ്ണുടച്ച് വിശ്വസിക്കാണ്ടിരിക്കുക. ഇതുപോലെയുള്ള എത്ര കേസുകളായിരിക്കും പുറത്ത് പറയാനുള്ള ഒരു മടി കാരണം, അല്ലെങ്കിൽ നാണക്കേട് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ പണം കൊടുത്തിട്ട് ഒതുക്കി തീർത്തിട്ടുണ്ടാവുക. ഇതുപോലെയുള്ള വാർത്തകൾ പുറത്തുവിടാൻ മാധ്യമങ്ങൾക്ക് വരെ പേടിയാണ്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.